ഹലോ ഗേൾസ്, ഇന്ന് ഈസ്റ്ററിൻ്റെ ഉച്ചക്കത്തെ അതായത് ലഞ്ചാണ്. അപ്പം ലഞ്ചിന് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ റോസ്റ്റ് ഉണ്ട്, കക്കാറച്ചിയുണ്ട്, അതേപോലെ തന്നെ ബീഫ് ശരിക്കും ഫ്രൈ ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. പിന്നെ നല്ല കാളാഞ്ചി കറി വെച്ചു, മുളക് കറി. ഇത് ഒരു സ്പെഷ്യൽ സാധനമാണ്. ഒന്ന് നമ്മുടെ എന്താ ക്രാബ് ഞണ്ട് റോസ്റ്റ് ഉണ്ട്, മോര്, പുളിശ്ശേരി, ഇഞ്ചി പച്ചടി തൈരിനകത്തുള്ളത്, പയറ് തോരൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടിയുള്ളതെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും വിഭവസമൃദ്ധമായിട്ടുള്ള ലഞ്ച് ഈസ്റ്ററിന് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയാം. ഇന്നിപ്പോൾ എല്ലായിടത്തും നോൺ വെജിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് നടക്കുന്നത് അല്ലേ. 50 ദിവസമൊക്കെ നോയിമ്പെടുത്ത് കഴിയുമ്പോൾ ഇന്ന് 50 ദിവസത്തിൻ്റെ കേട് തീർത്ത് കഴിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുകയില്ല, കാരണം നോയിമ്പെടുത്ത് കഴിഞ്ഞിട്ട് ഈ ദിവസം വരുമ്പോൾ നമുക്കൊന്നും കഴിക്കാനായിട്ട് ഒരു തോന്നില്ല. നോയിമ്പിൽ നിന്നൊന്ന് പെട്ടെന്ന് മാറാനായിട്ട് നമുക്ക് പറ്റത്തില്ല. എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അതിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞു. ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് കഴിക്കാനേ തോന്നത്തില്ല. അപ്പം ഇത്രയൊക്കെ ഐറ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് എടുക്കാമെന്ന് വെച്ചു. ഇപ്പം ചൂടല്ലേ, അപ്പം അത് എനിക്കിഷ്ടമാണ്. അപ്പം ഈ ഒരാഴ്ചയായിട്ട് എപ്പോഴും ഷേക്കും കസ്റ്റേർഡും ഒക്കെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അപ്പോൾ ഈസ്റ്ററിന് ഞാൻ കൊടുത്ത കസ്റ്റേർഡ് വിത്ത് ഐസ്ക്രീം ഞാൻ വാങ്ങുക ചെയ്തത്. കസ്റ്റേർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും നല്ലവണ്ണം അടിച്ച് പൊളിച്ചൊരു ഈസ്റ്റർ ആഘോഷിക്കുക.